കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കോന്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനടുത്തായിട്ടുള്ള ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ എന്ത് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു കട ഉദ്ഘാടനമുണ്ട് കേട്ടോ. നമ്മുടെ വനജ ടീച്ചറെ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടല്ലോ, നമ്മൾ സുജിത്ത് ചേട്ടൻ. അപ്പോൾ സുജിത്ത് ചേട്ടൻ്റെ ഒരു കടയുണ്ട്, രാഘവൻ ചേട്ടൻ്റെ പുഴുക്ക് കട. അതിന്ന് ഉദ്ഘാടനമാണ്. അതുപോലെ അവിടെയാണ് കട സ്പോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആ കടയിലോട്ടൊന്ന് പോകാം കേട്ടോ. അപ്പോൾ യൂട്യൂബേഴ്സ് എല്ലാം റെഡിയായി വന്നത് നിൽപ്പുണ്ട് കേട്ടോ. ഇനി ഉദ്ഘാടനത്തിന് ആൾക്കാർ മാത്രം ഇവിടെ എത്തിയാൽ മതി. കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇവിടെ ഉദ്ഘാടനത്തിന് നമ്മുടെ രാജേഷേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. രാജേഷേട്ടൻ എത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇല്ല അവിടെ പേര നമ്മളിത് അടുത്തുള്ള കടയിൽ നമ്മുടെ ഇന്ന് കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒരു സുജിത്തേട്ടൻ്റെ കടയാണ് കേട്ടോ. രാജേഷ് ഏട്ടൻ, സുജിത്തേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, രാഘവൻ ചേട്ടൻ്റെ പുൽക്കട ഉത്സവമാണ് കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചൊക്കെയാണ്. ഉദ്ഘാടിച്ചത് മാത്രമേ. സ്മിതേഷ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ മുഖ്യ ആള് വന്നു. കത്തിക്കണം കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീ ബാലവിള അച്യുതൻ നായർ അവர்கள், നമുക്കെല്ലാം പ്രിയപ്പെട്ട അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാർ, പ്രിയപ്പെട്ട സുജിത്ത്, പ്രിയപ്പെട്ട ഹരി, പ്രിയപ്പെട്ട രാജേഷ്, സുജിത്തിൻ്റെ സഹോദരി ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുമ, ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ യൂട്യൂബർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ, ഈ പുണ്യമായ ദിവസത്തിൽ, ഈ നല്ല ദിവസത്തിൽ, ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ദിവസത്തിൽ, ഈ വിഷു ദിനത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ എത്തിച്ചേർന്നു. ഇന്ന് സുജിത്തിൻ്റെ കുടുംബം ഇവിടെ ഒരു പുതിയ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ്. സാധാരണ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതൊക്കെ വിഭിന്നമായി ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് വളരെയേറെ താല്പര്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സെൻ്ററാണ്, അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമുക്കറിയാം, നാട്ടിൻപുറത്തുള്ള ഭക്ഷണങ്ങൾ ഇന്ന് മനുഷ്യർ വളരെയേറെ താല്പര്യത്തോടു കൂടി കാണുന്നു. അത് പുഴുക്കാണെങ്കിലും
അതിനോടനുബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ താല്പര്യത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം സൈഡ് പരമായ അല്ലെങ്കിൽ പാർശ്വപരമായ യാതൊരു തര ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത തരത്തിൽ വളരെ ശുദ്ധമായ രീതിയിൽ നമ്മളുടെ വസ്തുവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട് മുറ്റത്തോ വീടിൻ്റെ പരിസരത്തോ നമ്മൾ നട്ടു വളർത്തി വലുതാക്കുന്ന ആ പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് ചീനി ആയിക്കോട്ടെ, കാച്ചിലായിക്കോട്ടെ, ചേമ്പായിക്കോട്ടെ, ഏതാ ആണെങ്കിലും അത് മനുഷ്യന് ഇന്ന് വളരെയേറെ താല്പര്യത്തോടു കൂടി കാണും. കാരണം ഇന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയി വാങ്ങുന്ന ഭക്ഷണങ്ങളിലുള്ള മായം അല്ലെങ്കിൽ അതുമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഒരു നല്ല ആശയമായി ഈ പ്രവർത്തനത്തെ ഞങ്ങളെല്ലാവരും നോക്കിക്കാണുകയാണ്. പ്രത്യേകിച്ച് ഈ റോഡിനെ സംബന്ധിച്ചോളം ഇന്ന് വളരെയേറെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയായി നമ്മുടെ ഈ ചന്ദനപ്പള്ളി കോന്നി റോഡ് മാറുമ്പോൾ അതിൻ്റെ പരിസരം അല്ലെങ്കിൽ അതിനോട് ഓരം ചേർന്ന് ഇവിടെ തുടങ്ങുന്ന ഈ ഒരു കട രാഘവൻ്റെ കടയുടെ പേര് രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട എന്നുള്ളത്. ഞാൻ ഇവിടെ ഹരിയും ഇവരെല്ലാം ഓരോ പുതിയ ഇവരുടെ മിമിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ കലാപരമായിട്ടുള്ള അത്തരം വളർച്ചയിലേക്ക് കൊണ്ടുപോയ ആ കഥാപാത്രങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിൽ തുടങ്ങുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമാണ്. അത് തീർച്ചയായും ഇവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അത് നന്നായി പോകട്ടെ. ഈ നാടിൻ്റെ എല്ലാം അഭിനന്ദനങ്ങളും ആദരവും എല്ലാം അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ ഈ വിഷുദിനത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവിധമായ ആശംസകളും നേരുന്നു. നന്ദി. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഹുമാനിയായ റോബിൻ പീറ്റർ, ഇവിടെ അനുഗ്രഹീത കലാകാരന്മാരായ സുജിത്ത്, ഹരിയെ, രാജേഷ്, അവരുടെ സുജിത്തിൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഗോപി സാറുമായുള്ള ആ വീടുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ കുടുംബമായി ഞങ്ങൾക്ക് വളരെ ബന്ധമാണ്. എൻ്റെ ഞങ്ങൾക്കൊക്കെ ഒരു സഹോദരിയെ പോലെ, സുജിത്തിനെ പോലെ ഒരു സഹോദരിയാണ് സുമ എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷം. ഇവരെ രണ്ടുപേരും ഓരോ പരിപാടികൾ അങ്ങും ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ സുജിത്ത് മാത്രം എന്താ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ആലോചിക്കാൻ. ഇത് ഏറെക്കാലത്തെ ഞാൻ മനസ്സിലാക്കിയത് ഏറെക്കാലത്തെ ആലോചനയുടെ ഫലമായി ഉണ്ടായില്ല. എല്ലാ ആശംസകളും നേരുന്നു എന്ന് മാത്രമല്ല, വേറിട്ട ഒരു സ്ഥാപനം, വിഭിന്നമായൊരു സ്ഥാപനം. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഇവിടെ ലഭിക്കാത്ത ഒരു ആഹാര സാധനങ്ങളുമില്ല, കാർഷിക ഉൽപ്പന്നങ്ങളുമില്ല. നന്നായി എനിക്കറിയാം, നന്നായി ഭക്ഷണമാണ് സുമ. ഞാൻ സുമ വെച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇത് നന്നായി വിജയിക്കും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഈ നല്ല ദിവസം, ഇന്നത്തെ ദിവസം ഈ കടയുടെ ഉദ്ഘാടനം തിരഞ്ഞെടുത്തു തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മയോടെ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ് സുമ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. നല്ല അഭിനന്ദനങ്ങൾ, ഏറെ സന്തോഷം. വളരെ സന്തോഷം ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടായതിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരും, ഇവരെ 2 പേരെ, ഒരാൾ ഈ നാട്ടുകാരനാണ്. ഞാൻ ആ തൊഴിലുറപ്പൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർ ആയതുകൊണ്ട് ഒരു 150 പ്രാവശ്യം കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര കലാപരമായി, ഇത്ര ഗംഭീരമായി അത് അവതരിപ്പിച്ചു എന്നുള്ള ഇവർ 3 പേരും ഉന്നതമായ നിലയിൽ എത്തിച്ചേരും. നല്ല ഒരു ഈ കലാരംഗത്ത് ഇവർക്ക് ഇത് ഒരു സുഖം തോന്നാൻ പറയുന്നതല്ല, ഉന്നതമായൊരു ഭാവി ഉണ്ടാകും. അക്കാര്യത്തിൽ ഞങ്ങൾക്കും ഇവർ 3 പേരും സിനിമയിലുമൊക്കെ പോയി നല്ല അഭിനയം കാഴ്ചവെക്കുമ്പോൾ അത് ഞങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കൊക്കെ, എനിക്ക് റോബിനും ഈ നാട്ടുകാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും അതൊരു അഭിമാനമായിരിക്കുമെന്ന കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഇങ്ങനൊരു ചിന്ത വന്ന ഇവരെ പ്രത്യേകിച്ച് സുമ ആണ് ഇതിൻ്റെ മുതലാളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവിധമായ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അതൊന്നും അല്ല,
കാന്താരി ചമ്മന്തി. ചീത്, വാഴയ്ക്കപ്പഴം പിഴിഞ്ഞത്. രാവിലെ എപ്പോഴാണ് കട തുറക്കുന്നത്? രാവിലെ ഒരു 9:30 വൈകിട്ട് വൈകിട്ട് ഒരു 8 മണി വരെയുണ്ട്. 8 മണി അല്ലേ? രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ. എങ്ങനെ റേറ്റ് റേറ്റ് ഇതിന് ഇപ്പോൾ 50 രൂപ. ഇപ്പം മെമ്പർക്ക് തരുവാ. കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ 60 രൂപ ആയിരിക്കും. അപ്പോൾ ഒരു പ്ലേറ്റിന് എത്ര രൂപയാണ്? 50 രൂപ. 50 രൂപ. പ്ലേറ്റിന് 50 രൂപ, കാപ്പിയുടെ ഉണ്ടെങ്കിൽ 60 കാപ്പിയുടെ ഉണ്ടെങ്കിൽ 60 രൂപ. ഓക്കെ, ചുക്ക് കാപ്പിയാണോ നാടൻ കാപ്പി? ചുക്ക് കാപ്പിയാണോ? ഓക്കെ. ഇത്ര ഐറ്റംസ് ആണ് ഒരു പ്ലേറ്റ് ഉൾപ്പെടുന്നത് അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതിലെ രാഘവൻ ചേട്ടൻ്റെ പുഴുക്കട ഇവിടെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, ഏത്തക്ക, പിന്നെ കപ്പ, ഇത് മുളക് ചമ്മന്തി, ചമ്മന്തി അല്ലേ? മുളക് ചമ്മന്തി, കാന്താരി ചമ്മന്തി, തൈര് ചമ്മന്തി. ഇതിന്റെ കൂടെ ഞാൻ ഈ സ്റ്റാർട്ടിങ് 9 മണിയല്ലേ? 9 മണി തൊട്ട് വൈകുന്നേരം 8 മണി. 8 മണി പിന്നെ അല്ലാതെ കാപ്പിയുണ്ട്. കാപ്പിയുണ്ട്. ചുക്ക് കാപ്പിയും കൂടെ ആണെങ്കിൽ 60 രൂപ. 60 രൂപ. ഗംഭീരമായിരിക്കും, ഗംഭീരമായിരിക്കും. പറയുന്നു നമ്മുടെ യൂട്യൂബർമാർ ചേട്ടന്മാർക്കും ഒരുപാട് നന്ദി, സ്നേഹവും ഒപ്പം വിശ്വാസംസകളും. താങ്ക് യു. പുഴുക്ക് കഴിച്ചിട്ടേ പോകാവേ. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി അതാ തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം ആകട്ടോ, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ വിഷു ആശംസകൾ എല്ലാവർക്കും നേരുകയാണ്. ഞങ്ങളുടെ സഹോദരൻ സുജിത്ത് ഈ തുടങ്ങിയ പ്രസ്ഥാനം ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ രാജേഷും ചെറിയൊരു സംരംഭം തുടങ്ങി. അതുകൊണ്ട് സുജിത്ത് എന്ത് തുടങ്ങും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അവൻ നല്ലൊരു വഴിയാണ് കണ്ടെത്തിയത്. അത് നല്ല നമ്മളിപ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം രാഘവൻ ചേട്ടൻ്റെ പുഴുക്ക് കട. അതായത് രാഘവൻ എന്ന് പറയുന്നത് സുജിത്തിൻ്റെ അച്ഛനാണ്. അച്ഛൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയത്. അതിനേക്കാളും സന്തോഷം. അതിലൂടെ ഞങ്ങളിപ്പം വേറെ പേരുടെ ചേർത്തിട്ടുണ്ട്. ഈ ഐറ്റം വേറെ തന്നെയാണ്. നാടൻ പുഴുക്കാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുക. അപ്പോൾ എല്ലാവരും ഈ വഴി സഞ്ചരിക്കുക. റൂട്ടെന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ എങ്ങനെയാണ്? നമ്മുടെ കോന്നിയിൽ നിന്ന് വരുമ്പോൾ ആനക്കൂട് റൂട്ടാണ്. ഇവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, അത് കഴിഞ്ഞ് പൂങ്കാവ്, പത്തനംതിട്ട, വള്ളിക്കോട് റൂട്ട്. അപ്പോൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നവർ തീർച്ചയായും കടയിൽ കയറുക. ഞങ്ങളുടെ ഈ സംരംഭം വിജയിപ്പിക്കുക. എല്ലാവരും പ്രാർത്ഥന, സപ്പോർട്ട്, സ്നേഹം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. എല്ലാവർക്കും വിശ്വാസം. ഒന്ന് നമ്മുടെ സർവീസ് സ്ഥാപനം തുടങ്ങിയത്. 2 ഐറ്റങ്ങളുടെ ലൈഫിൽ ഐറ്റങ്ങളുടെ ജനപ്രിയ കോമഡി താരങ്ങൾ എന്നുള്ള അവാർഡ് ഞങ്ങൾക്കായിരുന്നു. അല്ലേ? അയ്യോ, ഒരുപാട് സന്തോഷം. പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമ്മൾ അതേ സപ്പോർട്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഇല്ലയോ? ഈ സ്ഥാപനത്തിനും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അത് വേറെ സംഭവം പറയട്ടെ. അതുകൊണ്ട് അവിടെ 2 പട്ടിക്കുട്ടികൾ നിൽക്കുന്നുണ്ട്. ആ പട്ടിക്കുട്ടികളെ നോക്കുന്ന ആ ആൺപട്ടിയാണ്. നിൽക്കുന്ന സമയത്ത് അതിനെ കടിച്ചെടുത്തില്ല, അവിടെ കൊണ്ടിടും. കണ്ണപ്പട്ടി വണ്ടി അന്ന് പോയതാണ്. ഏതോ വഴി കൂടെ പോയ പട്ടി ഇപ്പോൾ അതിനുള്ള 2 കുട്ടികളെ നോക്കും. ഭയങ്കര സംഭവം. വൈകിട്ടൊക്കെ വരണം. നമസ്കാരം, എൻ്റെ പേര് സ്മിതേഷ് മണ്ണീറ. എൻ്റെ പ്രിയ സുഹൃത്ത് സുജിത്ത് ഇങ്ങോട്ടടുത്തില്ല, ഇവിടെ അത് കുഴപ്പമില്ല. പ്രിയ സുഹൃത്ത് ഇവിടെ നമ്മുടെ പൂങ്കാവിൽ ഒരു പുഴുക്കുകട തുടങ്ങി. കുറച്ച് ദിവസം കൊണ്ടുള്ള നമ്മുടെ നാടൻ വിഭവങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളൊരു പ്ലാനൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു, എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമാണ് തുടങ്ങാൻ പോകുന്നത്. നമ്മളോർത്ത് വല്ല ബജ്ജിക്കടയോ തട്ടുകടയോ എന്തെങ്കിലും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ പുള്ളിക്കാരൻ വെൽ പ്ലാൻഡായിട്ട് നമുക്ക് നാടൻ വിഭവം മാത്രം കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പുഴുക്കട തുടങ്ങിയിരിക്കുന്നത്. അതിന് എല്ലാവിധമായ ഐശ്വര്യങ്ങളും എല്ലാം ആശംസകളും ഞാൻ നേരുന്നു. ആ കട നല്ലപോലെ ഓരോ ദിവസവും ഉന്നതിയിലോട്ട് കയറട്ടെ എന്ന് പറയുന്നു. ഒപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു കലാകാരനാണ് അദ്ദേഹം.
ഇതുപോലെ ഒരു പ്രസ്ഥാനം തുടങ്ങിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അതിലൊക്കെ ഉപരി ഞാൻ ഭക്ഷണം കഴിച്ചു. വളരെ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതേ രുചിയും അതേ അതുപോലെ തന്നെ അവരുടെ ആ സേവനം അതും വളരെ നല്ല രീതിയിലാണ് നമുക്കത് ഭക്ഷണം തരുന്നത്. വളരെ ചിരിച്ച ഒരു മുഖത്തോടുകൂടി തരുന്ന അതൊക്കെ നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ, അതോടൊപ്പം തന്നെ അതിനോടൊപ്പമുള്ള ചമ്മന്തിയെ അതെല്ലാം വളരെ വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ്. ഇതുപോലെ ഒരു സംരംഭം ഈ നാട്ടിൽ തുടങ്ങിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ പല ആളുകളോടും പറഞ്ഞ് ഈ സംരംഭം വളരെ വിജയകരമായി ഈ ചെറിയ ഒരു കടമുറിയിൽ നിന്ന് ഇത് വലിയൊരു കടമുറിയിലേക്ക് വലിയൊരു പ്രസ്ഥാനമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ചൂടായി തൊഴിലുറപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ചമ്മന്തി അങ്ങോട്ട് എടുത്ത് സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമസ്കാരം. നമ്മുടെ സുജിത്തിൻ്റെ പുതിയ സംരംഭം രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. സുജിത്തിന് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഞങ്ങൾ കുടുംബസമേതം വന്നു ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. അടിപൊളി പുഴുക്ക്, അടിപൊളി ചമ്മന്തി, പിന്നെ അതിനോടൊപ്പം കട്ടൻ കാപ്പി, ചായ, എല്ലാ പരിപാടികളും ഉണ്ട്. അപ്പോൾ ഈ പുഴുക്കെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊന്നും അറിയത്തില്ല. ഞാൻ ഇവന് കൊടുത്തപ്പോൾ ഇവൻ ചോദിച്ചത് എന്തുവാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസരത്തിൽ കൂടാണ് സുജിത്ത് ഇങ്ങനൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫാമിലിയായി ഇവിടെ വരണം. നമ്മുടെ പൂങ്കാവ് കോന്നി റോഡിൽ നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് സുജിത്തിൻ്റെ ഈ സ്ഥാപനം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സുജിത്തിനോട് സഹകരിക്കണം. അപ്പോൾ ഇനിയും പുതിയൊരു പേരൊക്കെ ഇട്ടേക്കുന്നത് രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട. അപ്പോൾ ഇനിയും സ്കിറ്റിനകത്തിനെയും രാഘവൻ ചേട്ടനെ കൊണ്ടുവരാനായിരിക്കും പരിപാടി. മറിച്ച ടീച്ചറുടെ തയ്യക്കടയും മറ്റേ പൊടിയൊക്കെ ചേട്ടൻ്റെ ചായക്കടയും കഴിഞ്ഞിട്ട് രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും നല്ല ഒരു വിഷു ആശംസിക്കുകയാണ്. അതോടൊപ്പം എല്ലാവരും വരിക, സുജിത്തിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അജേഷിൻ്റെ മോനുമാണ് ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. കാരണം നേരെ പറഞ്ഞപ്പോഴേ രാവിലെ തന്നെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തുകയും നമ്മൾ അവിടുത്തെ സഹകരിക്കാൻ പറ്റിയത് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പം പ്രോഗ്രാമുണ്ട്, അതിൻ്റെ തിരക്കിലാണ് എന്നോട് പറഞ്ഞു. കൂടുതൽ എല്ലാവിധ ആശംസകളും അജേഷിനും നമ്മൾ എല്ലാവർക്കും വിശ്വാശംസകളും. വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.